പ്രതിരോധ രംഗത്ത് വൻ നയമാറ്റത്തിനൊരുങ്ങി ഇന്ത്യ. മിസൈൽ നിർമ്മാണ രംഗം സ്വകാര്യ കമ്പനികൾക്ക് തുറക്കാൻ തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന രംഗത്ത് ചരിത്രപരമായ മാറ്റത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ്. ഇതുവരെ പ്രധാനമായും സർക്കാർ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്ന മിസൈൽ നിർമ്മാണ മേഖലയിലേക്ക് സ്വകാര്യ ഇന്ത്യൻ കമ്പനികൾക്കും പ്രവേശനം അനുവദിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന സുരക്ഷാ ആവശ്യങ്ങൾ വേഗത്തിൽ നിറവേറ്റുന്നതിനും ഇന്ത്യയെ ആഗോള പ്രതിരോധ കയറ്റുമതി ശക്തിയാക്കി മാറ്റുന്നതിനുമാണ് ഈ നയമാറ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത്. DRDO വികസിപ്പിച്ച അത്യാധുനിക മിസൈലുകളുടെ നിർമ്മാണം ഇനി ഘട്ടം ഘട്ടമായി സ്വകാര്യ കമ്പനികൾക്കും കൈമാറാനാണ് ആലോചന. ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ബിയോണ്ട് വിഷൻ റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്ത്ര മാർക്ക് 2, കരസേനയ്ക്കായി വികസിപ്പിച്ച പ്രളയ് ക്വാസി ബാലിസ്റ്റിക് മിസൈൽ എന്നിവയുടെ നിർമ്മാണത്തിനാണ് സ്വകാര്യ മേഖലയ്ക്ക് അവസരം ലഭിക്കാൻ സാധ്യത. ഇതിനായി ഉടൻ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവരെ DRDO വികസിപ്പിച്ച മിക്ക മിസൈലുകളുടെയും നിർമ്മാണ ചുമതല പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിനായിരുന്നു. എന്നാൽ ആഭ്യന്തര സായുധ സേനകളുടെ ആവശ്യങ്ങൾക്കൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി ആവശ്യങ്ങളും കുത്തനെ വർദ്ധിച്ചതോടെ ഒരൊറ്റ സ്ഥാപനത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുക പ്രായോഗികമല്ല എന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ. പ്രതിരോധ രംഗത്ത് ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കൂടുതൽ കരുത്തേകാനും സ്വകാര്യ മേഖലയിലെ സാങ്കേതിക വൈദഗ്ധ്യവും നിക്ഷേപവും പ്രയോജനപ്പെടുത്താനുമാണ് പുതിയ തീരുമാനം. സ്വകാര്യ കമ്പനികൾ മിസൈൽ നിർമ്മാണത്തിലേക്ക് എത്തുന്നതോടെ ഉൽപാദന വേഗതയും ഗുണനിലവാരവും ഉയരുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. സമീപ വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ട്. ബ്രഹ്മോസ്, ആകാശ്, പിനാക തുടങ്ങിയ തദ്ദേശീയ ആയുധ സംവിധാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മികച്ച സ്വീകാര്യത ലഭിക്കുന്ന സാഹചര്യത്തിലാണ് മിസൈൽ നിർമ്മാണ രംഗം കൂടുതൽ വിപുലീകരിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലുണ്ടായ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നാണ് ആഭ്യന്തര ആയുധ നിർമ്മാണത്തിലെ മുന്നേറ്റം. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ ഉൽപാദനം 2023-2024 സാമ്പത്തിക വർഷത്തിൽ 1.27 ലക്ഷം കോടി രൂപയെന്ന റെക്കോർഡിലെത്തുകയുണ്ടായി. പ്രതിരോധ കയറ്റുമതിയും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. നിലവിൽ സൈന്യത്തിന്റെ ആവശ്യങ്ങളുടെ വലിയൊരു പങ്കും ആഭ്യന്തര നിർമ്മാണത്തിലൂടെയാണ് നിറവേറ്റുന്നത്. ആകാശ് മിസൈൽ സംവിധാനം, ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, തദ്ദേശീയ ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ഈ മുന്നേറ്റത്തിന്റെ പ്രധാന ഉദാഹരണങ്ങളാണ്. 2029 പ്രതിരോധ ഉൽപാദനം 3 ലക്ഷം കോടി രൂപയിലേക്കും കയറ്റുമതി 50,000 കോടി രൂപയിലേക്കും ഉയർത്താനുള്ള ലക്ഷ്യത്തോടെയാണ് രാജ്യം മുന്നേറുന്നത്. അതിന് കൂടുതൽ ഗുണകരമാകുന്ന ഒരു തീരുമാനമാണ് മിസൈൽ നിർമ്മാണ രംഗത്തേക്ക് സ്വകാര്യ കമ്പനികളെ കൂടി പങ്കാളികളാക്കുന്നത്. ലോകത്തിലെ പ്രമുഖ പ്രതിരോധ നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായി ഇന്ത്യയെ വളർത്തുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ദീർഘകാല ലക്ഷ്യം. അതിനായി സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പുതിയ മാതൃകയാണ് ഇപ്പോൾ നടപ്പാക്കി വരുന്നത്. ഇത് വിജയം കണ്ടാൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തത കൂടുതൽ ശക്തിപ്പെടുകയും ആഗോള ആയുധ വിപണിയിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ഗണ്യമായി ഉയരുകയും ചെയ്യുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.